പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിലുണ്ട് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അത് ഏതായത്തിലുണ്ട്? പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിലുണ്ട് സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റഡ് സെക്ഷനും പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. ഇനിയിപ്പോ വേണ്ട, വേണോ? ഇനിയിപ്പോ വേണ്ട. വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. എനിക്ക് പ്രിപ്പറേഷൻ അത് പിന്നീടൊരു അവസരത്തിലാകട്ടെ. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തുന്നു. ബഹുമാനായ തോട്ടരാജശേഖർ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാ അള്ളാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാ അള്ളാ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ പ്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹസംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ ജോബ് അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങളെല്ലാം ഖുർആനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. ആ രീതിയിലുള്ള ടെക്നിക്കൊന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. റെഡിയാണ്, നമ്മൾ റെഡിയാണ്. റെഡി ആയിക്കോളൂ, എടുത്തോളൂ. ഞാനിന്ന് പ്രസന്റ് ചെയ്ത് ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നതാണ്. അല്ല അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളം ഉണ്ട്. എങ്കിലും ഇതൊന്ന് 5 പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് 5 പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്. അതാണ് എൻ്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ. അതിൽ 2 എണ്ണാണുള്ളത്. 2 എണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് 2 പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു. 2ാമത്താണ് ഇപ്പോൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ ഇൻഷാ അല്ലാ ഞാൻ വളരെ വിനീതമായി പറയാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത്. അതിൽ എല്ലാം ഉള്ള ഒരു 90% കളവാണ്. സത്യം പറയാലോ, നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പരിശോധിച്ചോ. ഖുർആൻ്റെ ഒരു കോപ്പി ഖുർആൻ്റെ പരിഭാഷ ഇവിടുന്ന് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും. അത് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസൻറ്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളിത് പഠിക്ക്. ഇനി മറുപടി ഇല്ലല്ലോ. മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും, ഇങ്ങനെ പോകില്ല. അല്ല, ഇതിൽ ഖുർആൻ്റെ പരിഭാഷനെ കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ കാര്യം ഞങ്ങളിവിടെ കൺക്ലൂഡ് ചെയ്തു. പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കാന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു. വെറുതെ ഒരു വീണ്ടും തർക്കത്തിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്.